നാട്ടുകാരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരാരും കൂടെ ജീവിക്കാൻ വരുന്നവരല്ല. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ നിന്റെ ചുറ്റുമുള്ളവർ ആദ്യം തന്നെ മാറണം. അതിനുവേണ്ടി ഈ കുടുംബത്തിലൊരു സന്തോഷകാര്യം നടക്കണം. നിങ്ങളൊന്ന് നിർത്താവോ? ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എന്റെ അച്ഛന്റെ അനിയൻ മാത്രമാണ്, എന്റെ അച്ഛനല്ല. പ്രായമായവർക്കെല്ലാം ഞാൻ റെസ്പെക്ട് കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്റെ ശിവാനിയുടെയും പ്രണയത്തെ പറ്റി അറിയില്ല. നിങ്ങളത് കണ്ടിട്ടുമില്ല, അത് മനസ്സിലാവില്ല. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശിവാനി നിങ്ങൾക്കെല്ലാവർക്കും മരിച്ചവളായിരിക്കും. എന്നാലും എനിക്കിവിടെ ജീവനോടെ ഉണ്ടവള്. ഞാൻ മരിക്കുന്നതുവരേക്കും അവൾ എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ ജീവനോടെ തന്നെ ഉണ്ടായിരിക്കും. എന്റെ ശിവാനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരാളുടെ നിഴൽ വരാൻ പോലും ഞാൻ അനുവദിക്കില്ല. എടാ, ചത്തുപോയതാ നാഗറാണിയാ. അവളെയാ നീ ഇത്രത്തോളം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നേ. ശിവാനി വെറും എന്റെ ഭാര്യ മാത്രമല്ല, അവളെന്റെ പ്രണയമാണ്, എന്റെ പ്രാണനാണ്, എന്റെ ജീവിതവും എന്റെ ആത്മാവും എല്ലാമാണ്. അവളും ഞാനും തമ്മിലുള്ള ബന്ധം വെറും ഈ ജന്മത്തിലെ മാത്രമല്ല, ജന്മാന്തര ബന്ധമാണത്. ഈ ജന്മത്തില് എനിക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അത് ശിവാനി മാത്രമായിരിക്കും. മറ്റൊരാൾക്ക് പോലും ആ സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കില്ല. ഞാൻ അതിന് അനുവദിക്കുകയില്ല. തൃശൂൽ, എന്നെ നീയും നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണണം. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. ഇതിപ്പോ നിന്റെ അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടി നടത്താൻ പോകുന്ന കല്യാണം. നീ കൃഷ്ണയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നിന്റെ ജീവിതത്തിന് നന്മ വരും. അതെല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും സമാധാനത്തോടെ കഴിയുകയും ചെയ്യും. ഇനി ഒരു തവണ കൂടി ശിവാനിയുടെ സ്ഥാനത്ത് മറ്റൊരാളുടെ കാര്യം പറയാൻ നിൽക്കരുത്. പറയരുതെന്നല്ല, ആലോചിക്കാൻ പോലും നിൽക്കരുത്. ശിവാനിയുടെ സ്ഥാനം അവൾക്ക് മാത്രമുള്ളതാണ്. ധനഞ്ജയ്, നീ എന്ത് വർത്താനമാണ് ഈ പറയുന്നത്? വേറൊരു കല്യാണം നടത്തി കൊടുത്താ അവന് സന്തോഷം കിട്ടുവോ? ശരിക്കും നിങ്ങൾ തെറ്റാ ചെയ്യുന്നത്. എന്താ ചേട്ടാ, എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത്? ശിവാനി മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, അതിനകം മറ്റൊരു കല്യാണമോ? മുതലാളിയുടെ അനിയൻ എന്താണ് കരുതിയിരിക്കുന്നത്? അല്ല ചേട്ടാ, അയാൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടിരുന്നത്? അയാൾ പറയുന്നത് കേട്ടപ്പോ ആദ്യം എനിക്ക് ദേഷ്യം വന്നു, ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്തു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കും അയാളെ പോലെ വട്ടുപിടിച്ചോ? എടി, നമ്മുടെ മകന്റെ സന്തോഷമല്ലേ നമ്മൾ നോക്കേണ്ടത്. അവൻ ഇങ്ങനെ ശിവാനിയുടെ ഓർമ്മയെ തന്നെ മുഴുകിയിരുന്ന അവന്റെ കണ്ണീര് നമുക്ക് കണ്ടോണ്ടിരിക്കാനാവും. അച്ഛനും അമ്മയല്ലേ നമ്മള്, അവന്റെ നല്ലതിന് വേണ്ടിയല്ലേ നമ്മൾ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ വേണ്ടത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ശിവാനിയുടെ സഞ്ചയനം പോലും കഴിഞ്ഞിട്ടില്ല, അതിനകം മറ്റൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അവന്റെ മനസ്സൊന്ന് മനസ്സിലാക്കി കൂടി നിങ്ങൾക്ക്? കല്യാണം ഭാര്യ എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് നിങ്ങളുടെ വിചാരം? ഡ്രസ്സ് മാറുന്നത് പോലെ ഒന്ന് അഴുക്കാകുമ്പോ മറ്റൊന്ന് എടുക്കുന്ന പോലെയാണോ? വളരെ ഇഷ്ടമുള്ള വസ്തു കേടായാൽ പോലും അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വെക്കും. എന്നാ നിങ്ങള് അവന്റെ മനസ്സിന് ഒരു വിലയും കൊടുക്കുന്നില്ലല്ലോ. എടി, അവൻ കല്യാണം വേണ്ടാന്ന് തീരുമാനം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞില്ലേ, ഇനി അതിനെപ്പറ്റി എന്തിനാ സംസാരം? അത് വിട്ടുകളാ. എന്തോ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും കാണുമ്പോ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന പോലെ തോന്നുന്നില്ല. ഇനി എന്തൊക്കെ കാണണോ ആവോ?
മധു, ഏയ് മധു. എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി. അവൻ സമ്മതിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് നീ വെറുതെ ഇരിക്കുകയാണോ ദിഗ്വിജയ? എനിക്ക് അവനെ കല്യാണം കഴിച്ചേ പറ്റൂ. അതിന് നീ അവസരം ഉണ്ടാക്കി തന്നേ മതിയാകും. ഞാൻ എന്റെ അവസ്ഥയൊന്നും നിങ്ങൾ മനസ്സിലാക്ക. ബലം പ്രയോഗിച്ച് ആരെയും കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. നീ അത് നടത്തി തന്നേ മതിയാകൂ. നിന്നെ ചികിത്സിച്ച് ഭേദമാക്കിയത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാന്ന് കരുതിയോ? ഞങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ്. നീ വാക്ക് തെറ്റിച്ചാൽ നീതി ന്യായങ്ങളൊക്കെ ഞങ്ങൾ മറക്കും ദിഗ്വിജയ. പിന്നീട് എന്ത് സംഭവിക്കുന്നു നിനക്ക് തന്നെ അറിയാലോ. നീ നിന്റെ മകനുമായിട്ടുള്ള എന്റെ വിവാഹം നടത്തി തന്നേ മതിയാകൂ. നോക്ക്, ഈ വീട്ടിൽ ഈ കല്യാണത്തിന് ആർക്കും താല്പര്യമില്ല. അവരാരും ഈ കല്യാണത്തിന് സമ്മതിക്കുകയില്ല. അങ്ങനെ അവരാരും സമ്മതിക്കാതിരിക്കുമ്പോ ഈ കല്യാണം ഞാൻ എങ്ങനെ നടത്താനാ? അവര് സമ്മതിച്ചാലോ? സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചാൽ എന്നാണ് ഞാൻ ചോദിച്ചത്. സമ്മതിക്കുകയാണെങ്കിൽ എനിക്കതിൽ വിരോധമൊന്നുമില്ല. സമ്മതിക്കും, ഞാൻ സമ്മതിപ്പിക്കും. അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നീ നിന്റെ വീട്ടുകാരോട് പോയി സംസാരിക്കേ. ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ പോയി സംസാരിക്കാം. സ്വാമിജി, സ്വാമിജി എവിടെയാണുള്ളത്? നിങ്ങളും ഇല്ലേ? നോക്ക് ശിവാനി, നോക്ക്. നീയും ഇവിടെ എവിടെയുണ്ട് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്ക്, എന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്. നീയില്ലാതെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശിവാനി, നിന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് കത്തിച്ചു കളഞ്ഞു. പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാ നിന്റെ അസ്ഥിയെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോയി ഒഴുക്കി കളയാമെന്ന് വിചാരിച്ചപ്പോ അതുപോലും എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്തൊരവസ്ഥ എന്റേത്. ഇപ്പതേ കണ്ടില്ലേ, പുതിയ കാര്യം കൊണ്ട് വന്നിരിക്കുക. എനിക്ക് മറ്റൊരു കല്യാണം നടത്തണോ അത്രേ. എന്നെ പറ്റി ഇവരൊക്കെ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എന്ത് പറഞ്ഞാലും ഞാനങ്ങ് കേൾക്കുന്നോ? ഇല്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. തൃശ്ശൂര് ജീവിച്ചിരിക്കുന്നത് വരെ എന്റെ ഉള്ളിൽ മറ്റാർക്കും സ്ഥാനമില്ല. എന്റെ ഹൃദയത്തിൽ നീ മാത്രമാണ് ശിവാനി. നോക്ക്, നിങ്ങൾ ഇനി ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാലും തൃശ്ശൂര് കല്യാണത്തിന് സമ്മതിക്കില്ല. ഇനിയും ഞങ്ങള് ഒരു തവണ സംസാരിച്ചതുകൊണ്ട് സമ്മതിക്കണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാ അവന്റെ മനസ്സ് ശിവാനിയുടെ മരണത്തെ അതിജീവിച്ചിട്ടില്ല. അതിജീവിക്കുകയുമില്ല. അതിജീവിച്ചേ പറ്റൂ. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെയാകും. അല്ല, ഒരു കാരണത്ത് ശരിക്കും അടി കൊണ്ടു. അത് മറക്കാൻ വേണ്ടി അടുത്ത കാരണം കാണിക്കണോ? ഓക്കെ, ഇത് തമാശ പറയാനുള്ള സമയമല്ല, സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട സമയം. ഒരുപക്ഷെ നമുക്കിതൊന്നും അവനോട് പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അത് പറയാനായിട്ടുള്ള അവസരം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് പറയേണ്ട സമയത്ത് തന്നെ പറയാം. അതുകൊണ്ട് എല്ലാവരും സംസാരിച്ച് അവനെ കൊണ്ട് ഈ കല്യാണം നടത്താനുള്ള സമ്മതം വാങ്ങണം. ധനഞ്ജയ്, നീ എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂർ ഇതിന് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിക്കാം. ആ തൃശൂൽ, ഒരു നിമിഷം ഇങ്ങോട്ട് വന്നേ. നോക്ക് തൃശൂർ, ഇവിടെ വീട്ടുകാരെല്ലാം നിന്റെ കല്യാണക്കാരെ സംസാരിക്കാൻ. അതിന് നീ സമ്മതിച്ചേ മതിയാകും. കൃഷ്ണയെ നീ കല്യാണം കഴിക്കണം. നീ എന്തു പറയുന്നു? എന്റെ ജീവിതം പഴയതുപോലെ ആവണം, ചിരിച്ചു കളിച്ച് നടക്കണമെന്ന് കരുതി കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം കിട്ടുമെന്നാണെങ്കിലേ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഞാനൊരു കല്യാണം കഴിക്കാം.
അവന്റെ മനസ്സിൽ നിനക്ക് ഇടം കിട്ടിയില്ലെങ്കിൽ അവന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് സാധിക്കില്ല. ചോദിച്ചു നോക്കും ഞാൻ. കിട്ടില്ലാന്നറിഞ്ഞാൽ ബലമായിട്ട് വാങ്ങും. എല്ലാ അർത്ഥത്തിലും അവൻ എന്നേക്കുമായി എന്റേത് മാത്രമായി മാറ്റിയെടുക്കണം. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? സമ്മോഹിനി പ്രയോഗം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായി അവളെ മറന്നിട്ട് അവൻ എന്നെ മാത്രമായിരിക്കും മനസ്സിൽ കൊണ്ടു നടക്കുക. അപ്പോ സമ്മോഹിനി പ്രയോഗം നടത്തി അവൻ വെറും ജീവനുള്ള പാവയായി മാറിയാൽ? ഇല്ല, അവൻ എപ്പോഴത്തെയും പോലെ തന്നെ ആയിരിക്കും. എന്തെന്നാൽ നമ്മൾ ഇപ്പോൾ പ്രയോഗിക്കാൻ പോകുന്നത് സഹജഗുണി സമ്മോഹിനി വിദ്യയാണ്. നമ്മൾ ഇനി വൈകിപ്പിക്കാൻ പാടില്ല. ഓം കാളികായേ നമഃ. ഓം ആദിരൂപായ നമഃ. ഓം ഭദ്രകാളിയേ നമഃ. ഓം സമ്മോഹിനി നമഃ. തൃശൂൽ, നീ എന്താ ഈ പറയുന്നത്? അതെ അമ്മേ, കൃഷ്ണയെ വിവാഹം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമുണ്ട്. ഞാൻ ആരുടെയും നിർബന്ധത്തിനൊന്നും വഴങ്ങിയിട്ടൊന്നും അല്ല കേട്ടോ. കൃഷ്ണ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. തൃശൂൽ, നീയാണ് എനിക്ക് സംസാരിക്കുന്നത്? എന്നെ ഇത്ര പെട്ടെന്ന് മറന്നു പോയോ നീ? തൃശൂൽ, നീ എന്താ ഈ പറയുന്നെന്ന് നിനക്ക് വല്ലതും അറിയാവോ? യെസ്, അറിയാം. ഞാനും ഒരുപാട് ആലോചിച്ച് നോക്കിയത്. എന്റെ നല്ലതിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയാം? എല്ലാവർക്കും സന്തോഷം കിട്ടുന്നാണെങ്കിലേ ഞാൻ ഈ കല്യാണത്തിന് റെഡിയാണ്. തൃശൂൽ, എന്താ നീ പറയുന്നത്? തൃശൂൽ, നിൽക്ക്. ദിഗ്വിജയ, തൃശ്ശൂലിനെ കൊണ്ട് കല്യാണത്തിന് നിങ്ങൾ എങ്ങനെ സമ്മതിപ്പിക്കുമെന്നറിയില്ല. പക്ഷെ ഈ കല്യാണത്തിന് ഈ വീട്ടിലെ എല്ലാവരുടെയും സമ്മതം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ട് നിന്റെ കടമ തീരുന്നില്ല ദിഗ്വിജയ. നീ തന്നെ നിന്ന് ഈ കല്യാണം നടത്തി തരണം. ഡൺ. ഈ കല്യാണം നടന്നിരിക്കും. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ എന്റെ വീട്ടുകാർക്ക് കഷ്ടമുണ്ടാക്കാൻ പാടില്ല. നിന്റെ പെരുമാറ്റത്തിലാണ് നിന്റെ വീട്ടുകാരുടെ ജീവൻ ദിഗ്വിജയ. എല്ലാം സെറ്റിൽ ആയല്ലോ. വീണ്ടും വീണ്ടും എന്തിനാ എങ്ങനെ സംസാരിക്കുന്നേ? കൃഷ്ണ, നിന്റെ മകനെ കല്യാണം കഴിച്ച് പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാ. അവള് ചോദിച്ചത് നിന്റെ അടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നത് നാഗമാണിക്യത്തിന് വേണ്ടിയാ. എനിക്കത് കിട്ടാതെ പോയാൽ ആരും പിന്നെ ഇവിടെ ബാക്കിയുണ്ടാവില്ല. മൈ ഗോഡ്, ഇവിടെ കാര്യങ്ങളൊന്നും സെറ്റിൽ ആകുന്നതിനിടയിൽ നീ വേറെ തുടക്കോട്ടോ. ഓക്കെ, കം ഡൗൺ. ആദ്യം ഈ കല്യാണം നടക്കട്ടെ, പിന്നീട് നാഗമാണിക്യത്തെ കുറിച്ച് ചിന്തിക്കാം. ശരി ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ഹൽദി കല്യാണം നടത്തണം. എന്താ ഹൽദി കല്യാണം? അതെ, ഹൽദി കല്യാണം തന്നെ. കല്യാണത്തിന് മുൻപുള്ള ചടങ്ങ്. എല്ലാം ശാസ്ത്രപരമായി നടത്തുകയാണെങ്കിൽ ഒരാത്മാവും എന്നെ ശല്യം ചെയ്യാൻ വരില്ല. ആ മഞ്ഞളിന്റെ ശക്തി എന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അതിനപ്പുറത്തേക്ക് ബാഹ്യശക്തികളുടെ ശല്യവും ഉണ്ടാവില്ല. ഒരു ശക്തിയും ശല്യം ചെയ്യില്ല കൃഷ്ണേ. ദിഗ്വിജയ, നീ മരിച്ചുപോയ ശിവാനിയുടെ
അസ്ഥി ഒഴുക്കിക്കളഞ്ഞില്ലേ? ചെയ്തായിരുന്നു. എങ്കിൽ പിന്നെ ഇനി ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. തൃശൂലിന്റെ മനസ്സിന് മാറുകയുമില്ല. പോകൂ, നീ പോയി ഹൽദി കല്യാണത്തിന് തയ്യാറാകൂ. എന്തേ നടക്കുന്നത് തൃശൂൽ? ഇത് സത്യമായിട്ടും നീ തന്നെയാണോ? എന്നെ മറന്നിട്ട് മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ നാഗശ്രേഷ്ഠൻ ആദിശേഷനാണ്. ഈ കല്യാണം നടക്കില്ല. നീ ഇതിന് സമ്മതിച്ചിട്ടില്ലല്ലോ അല്ലേ തൃശൂൽ? പറയൂ തൃശൂൽ. നമ്മൾ ഒരുമിച്ചുണ്ടായ നിമിഷങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നിട്ട് ഇപ്പോ ഇവളോടൊപ്പം അതും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? വീണ പറഞ്ഞത് സത്യമായിരുന്നു. അല്ല, തൃശൂലിന് എത്ര പെട്ടെന്നാണ് ശിവാനിയെ മറിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്? ഇതെന്താ? എന്താ എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്ത? ഏത് ശക്തി എന്നെ തടയുന്നത്? നീ ഞങ്ങളുടെ വീണമോളുടെ ഫ്രണ്ട് അല്ലേ? അതെ അതെ, പക്ഷെ വീണ എവിടെയും കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ട മോനെ, അവൾക്കേ അവളുടെ ചേട്ടൻ വേറെ കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയതാ. നിനക്കൊരു കാര്യം അറിയോ? കല്യാണം കഴിക്കുന്നത് അവരാണ്, ജീവിക്കുന്നത് അവര് തന്നെ. നമ്മുടെ കടമ എന്താണോ അതങ്ങ് ചെയ്തു കൊടുക്കുക. ബാക്കിയൊക്കെ അവര് നോക്കുന്നേ. വാ പോ. അതല്ല സാർ, എന്നാലും മരുമോനെ, എടാ മരുമോനെ. അയ്യോ എന്റെ പൊന്നെ, ഇതുവരെ റെഡി ആയില്ലേ? താഴെ എല്ലാവരും നിന്നെ കാത്തിരിക്കുക. വേഗം വാ. അയ്യോ, കൊച്ചാളിന് എന്നോട് എന്തോ പണി പറഞ്ഞിരുന്നു, ഞാനത് മറന്നുപോയി. നീ വേഗം റെഡിയായിട്ട് താഴേക്ക് വരണേ. വേഗം വരണേ. വേണം വേണം. ഏയ്, എന്തൊക്കെയുണ്ട് അജിത്ത്? കുറെ നാളെ കണ്ടിട്ട്. സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലേ? നിങ്ങളുടെ അനിയത്തി വീണയ്ക്ക് കല്യാണം ഇഷ്ടമില്ലാത്തോണ്ട് എങ്ങോട്ട് പോയി എന്ന് പറയുന്ന കേട്ടല്ലോ. വീണ നിങ്ങൾ ഇരുവരുടെയും പ്രണയത്തെപ്പറ്റി ഒരുപാട് പറയുമായിരുന്നു. എന്റെ ഏട്ടൻ ഏട്ടത്തെ പ്രണയിക്കുന്ന പോലെ ഒരു ഭർത്താവും ഭാര്യ അത്രത്തോളം പ്രണയിക്കില്ല. പക്ഷേ എനിക്കിപ്പോ നിങ്ങളെ കാണുമ്പോ അതെല്ലാം കള്ളമായിരുന്നു എന്ന് തോന്നുന്നു.